ഞാൻ ഒരേ ഡ്രസ്സിട്ട് ഒരേ ദിവസം ഇങ്ങനെ ഷോർട്സ് 2-3 അല്ലെങ്കിൽ 3-4 ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇവൻ തച്ചിട്ടുണ്ടെന്ന് അവിടെ അപ്ലോഡ് ചെയ്യണം. അങ്ങനല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അങ്ങ് പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ ഒരു ബ്രോ കുറച്ച് ദിവസം മുന്നേ ഒരു കമൻ്റ് ഇട്ട്, നിങ്ങളാരും ഡോക്ടേഴ്സ് അല്ലല്ലോ. അത് ഞാൻ ഒരു ഡോക്ടറൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നത്, നിങ്ങളാരും ഡോക്ടേഴ്സ് അല്ലല്ലോ, അങ്ങനെ ബ്രോ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബ്രോയോട് ഇങ്ങനെ പറഞ്ഞു, നല്ല ചൊറിച്ചിലുണ്ടല്ലേ, ട്രീറ്റ്മെൻറ്റിൽ ആഴ്ച പക്ഷേ എൻ്റെ ഒരു ചങ്ക് ബ്രോ റിയാസ് പറഞ്ഞ്, നമ്മളൊരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കമൻസ് ഒത്തിരി വരും. അതിനൊന്നും ആരും ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. ചിലപ്പോൾ അവരൊരു നല്ല ചിന്തയിൽ പറഞ്ഞായിരിക്കും. അപ്പോൾ ഞാൻ ആ ബ്രോഡ് അങ്ങനെ പറഞ്ഞു, എക്സ്ട്രീംലി സോറി ബ്രോ കാണുകയാണെങ്കിൽ സോറി. അത് കഴിഞ്ഞിട്ട് വേറൊരു ബ്രോ പറഞ്ഞ്, യൂട്യൂബ് ഡോക്ടേഴ്സ്, കേരളത്തിലെ യൂട്യൂബ് ഡോക്ടേഴ്സൊക്കെ സൂക്ഷിച്ചോ, തമിഴ്നാട്ടിൽ നിന്നും പിന്നെ ബംഗാളികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ അപ്ഡേറ്റ് ഞാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് ഡോക്ടറല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെച്ച് പോകുന്നത്. അപ്പം എന്നെപ്പോലെ ചെയ്തവർക്കും എന്നെപ്പോലെ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്കും നിങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് എന്നെക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ഒരുപാട് നല്ല കമൻറ്റ്സ് പറഞ്ഞുണ്ട്, ബ്രോ ചാനൽ ഡെയിലി കാണുന്ന സന്തോഷമാണ്, അങ്ങനെ ഒരുപാട് നല്ല കമൻറ്റ്സ് വരാറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ നെഗറ്റീവ് കമൻറ്റ്സ്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് ഡോക്ടറല്ല. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇനി ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ്, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെച്ച് പോണത്. അപ്പോൾ ഞാൻ ഒരിക്കലും യൂട്യൂബ് ഡോക്ടറല്ല. അത് പറഞ്ഞാൽ ആരും കളിയാക്കല്ലോ കേട്ടോ. എന്നാൽ ശരി.